ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിഷ തീർത്ഥം യൂട്യൂബ് ചാനലിലേക്ക് ജ്യോതിഷത്തിൽ വിശ്വാസവും താല്പര്യമുള്ള ഏവരെയും സ്വാഗതം ചെയ്യുന്നു. മീനക്കൂറിൽ ജനിച്ചവർക്ക് 2026 ജൂലൈ മാസത്തിൽ അനുഭവിക്കാൻ സാധ്യതയുള്ള ചാരഫലം എപ്രകാരമാണെന്ന് പരിശോധിക്കാം. പൂരട്ടാതി, കാല്, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ് മീനക്കൂറിൽ ഉൾപ്പെടുന്നത്. ആദ്യമായി ഗ്രഹസ്ഥിതി പരിശോധിക്കാം. സൂര്യൻ 16-ാം തീയതി വരെ മിഥുനൻ രാശിയിലും അതിനുശേഷം കർക്കിടകൻ രാശിയിലും സ്ഥിതി ചെയ്യും. ചൊവ്വ ഇടവൻ രാശിയിൽ സ്ഥിതി ചെയ്യുന്നു. ബുധൻ 7-ാം തീയതി വരെ കർക്കിടകം രാശിയിലും അതിനുശേഷം വക്രം പ്രാപിച്ച് മിഥുൻ രാശിയിലും സ്ഥിതി ചെയ്യുന്നു. വ്യാഴം കർക്കിടകം രാശിയിലും ശുക്രൻ 4-ാം തീയതി വരെ കർക്കിടകം രാശിയിലും അതിനുശേഷം ചിങ്ങൻ രാശിയിലും സ്ഥിതി ചെയ്യുന്നു. ശനി മീനൻ രാശിയിലും രാഹു കുംഭൻ രാശിയിലും കേതു ചിങ്ങൻ രാശിയിലും സ്ഥിതി ചെയ്യുന്നു. ഇതാണ് പ്രധാന ഗ്രഹസ്ഥിതി. മാസത്തിന്റെ ആദ്യ പകുതി സൂര്യൻ ഇവർക്ക് 4-ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 16-ാം തീയതിക്ക് ശേഷം സൂര്യൻ 5-ാം ഭാവത്തിലേക്ക് സംക്രമിക്കും. 4-ഉം 5-ഉം ഭാവങ്ങളിലെ സൂര്യന്റെ ചാരഫലം അനുകൂലമല്ല. പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും പ്രയാസങ്ങളും ഒക്കെ സൂര്യന്റെ 4-ലെയും 5-ലെയും സ്ഥിതി മൂലം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. സുഖഭോഗ അനുഭവങ്ങൾക്ക് തടസ്സം വരിക, രോഗലക്ഷണങ്ങൾ ഉണ്ടാകുക, ശത്രുക്കളെ കൊണ്ട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുക, ഇതൊക്കെ സൂര്യന്റെ ചാരഫലമാണ്. 3-ാം ഭാവത്തിലാണ് ഇവർക്ക് ചൊവ്വ സ്ഥിതി ചെയ്യുന്നത്. 3-ാം ഭാവത്തിലെ ചൊവ്വയുടെ ചാരഫലം അനുകൂലമാണ്. ധാതുദ്രവ്യങ്ങളിൽ നിന്ന് കൂടുതൽ സാമ്പത്തികമായ നേട്ടം ഇവർക്ക് അനുഭവപ്പെടും. കൃഷിക്കാർക്ക്, കച്ചവടക്കാർക്കൊക്കെ കൂടുതൽ സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാം. ശത്രുക്കളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ 3-ാം ഭാവത്തിലെ ചൊവ്വ ഇല്ലാതാക്കും. അതുപോലെ സുബ്രഹ്മണ്യ ഭഗവാനെ ഭജിക്കുന്നവർക്ക് സുബ്രഹ്മണ്യ പ്രീതി വളരെ വേഗത്തിൽ ലഭിക്കുന്നതാണ്. സുബ്രഹ്മണ്യ സ്വാമിയുടെ പ്രീതി കൊണ്ട് ജീവിതത്തിൽ പല നേട്ടങ്ങളും അനുഭവപ്പെടും. 7-ാം തീയതി വരെ ബുധൻ ഈ കൂറുകാർക്ക് 5-ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 5-ാം ഭാവത്തിലെ സ്ഥിതി മൂലം 7-ാം തീയതി വരെ കുടുംബത്തിൽ ചില അസ്വസ്ഥതകള്, കലഹങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഭാര്യയും സന്താനങ്ങളൊക്കെ ആയിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുവാനോ അതുപോലെ നിസ്സാര കാര്യങ്ങളുടെ പേരിൽ പിണങ്ങുവാനോ ഒക്കെ സാധ്യതയുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഭാര്യയും മക്കളും ഒക്കെ ആയിട്ട് ഇടപഴകുമ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുകയും ദുർവാക്കുകൾ ഉരിയാടാതെയും പ്രത്യേകം ശ്രദ്ധിക്കണം. 7-ാം തീയതിക്ക് ശേഷം ബുധൻ വക്രം പ്രാപിച്ച് 4-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യും. 4-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ബുധന്റെ ചാരഫലം തികച്ചും അനുകൂലമാണ്. മാത്രമല്ല ബുധൻ വക്രഗതിയിൽ സ്വക്ഷേത്രത്തിൽ ബലവാനായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ബുധൻ ധനപരമായി വലിയ നേട്ടം ഈ കൂറുകാർക്ക് ഉണ്ടാക്കും. സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും വലിയ അഭിവൃദ്ധി അനുഭവപ്പെടും. സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സഹായങ്ങൾ ഈ കൂറുകാർക്ക് ലഭിക്കുന്നതാണ്. വിവിധ മേഖലയിൽ നിന്നും അപ്രതീക്ഷിതമായിട്ട് സാമ്പത്തിക നേട്ടം ഇവർക്ക് വന്നു ചേരും. ചിട്ടി, ലോണൊക്കെ പിടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. വ്യാഴം ഈ കൂറുകാർക്ക് 5-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതും കൂടുതൽ ഗുണകരമാണ്. ഉച്ചസ്ഥനായ വ്യാഴം 5-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നത് മൂലം വലിയ അർത്ഥലാഭം പ്രതീക്ഷിക്കാം. സാമ്പത്തികമായി എല്ലാ രംഗത്തു നിന്നും കൂടുതൽ നേട്ടം വന്നു ചേരും. സാമ്പത്തിക പരാധീനത അനുഭവിച്ചു വന്നവർക്ക് അതെല്ലാം പരിഹരിച്ച് മെച്ചപ്പെട്ട സാമ്പത്തിക സ്ഥിതി കൈവരും. അതുപോലെ രോഗങ്ങൾക്കും മറ്റും ചികിത്സ നടത്തി വന്നവർക്ക് അതിൽ നിന്നൊക്കെ മോചനം ലഭിക്കുകയും സാമ്പത്തിക നില മെച്ചപ്പെടുകയും ചെയ്യും. കർമ്മരംഗത്തു നിന്നും കൂടുതൽ ലാഭം പ്രതീക്ഷിക്കാം. സർക്കാരിൽ നിന്നോ മറ്റോ ധനസഹായം പ്രതീക്ഷിക്കുന്നവർക്ക് അതിന് അനുകൂല സമയമാണ്. സന്താന സുഖവും കൂടുതലായിട്ട് അനുഭവപ്പെടും. സന്താന സൗഭാഗ്യം ലഭിക്കാത്ത ദമ്പതിമാർക്ക് അനുകൂലമായ ചില ലക്ഷണങ്ങളൊക്കെ ഈ ജൂലൈ മാസത്തിൽ അനുഭവപ്പെടും. മക്കളുടെ കാര്യത്തിൽ യാതൊരു കാരണവശാലും ബുദ്ധിമുട്ടേണ്ടതായി വരികയില്ല. സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യം, ഉദ്യോഗകാര്യം, വിവാഹം, ഇതിലൊക്കെ അനുകൂലമായ രീതിയിൽ മുന്നേറുവാൻ സാധിക്കും. പുതിയ വീട് പണിയുവാനോ
വാങ്ങുവാനോ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. മാനസികമായി വലിയ സന്തോഷം അനുഭവപ്പെടും. ഏത് കാര്യത്തിൽ ഇറങ്ങിയാലും അത് പൂർണ്ണ വിജയത്തിലെത്തിക്കുവാൻ ഈ കൂറുകാരെ കൊണ്ട് കഴിയുന്നതാണ്. ഉച്ചസ്ഥനായ വ്യാഴം വിവിധ തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ ഈ കൂറുകാർക്ക് നൽകുന്നതാണ്. തങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റുവാൻ അനുയോജ്യമായ സമയമാണ് വ്യാഴത്തിന്റെ 5-ാം ഭാവസ്ഥിതി മൂലം അനുഭവപ്പെടുന്നത്. 4-ാം തീയതി വരെ ശുക്രൻ സ്ഥിതി ചെയ്യുന്നത് 5-ാം ഭാവത്തിലാണ്. 5-ാം ഭാവത്തിലെ ശുക്രനും വലിയ സാമ്പത്തിക നേട്ടം ഈ കൂറുകാർക്ക് നൽകുന്നതാണ്. ധനപരമായി എല്ലാ മേഖലയിൽ നിന്നും കൂടുതൽ ലാഭം പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് നഷ്ടത്തിൽ പ്രവർത്തിച്ചു വന്നിരുന്ന കർമ്മ മേഖലയിൽ നിന്നും കൂടുതൽ ലാഭം ഇവർക്ക് ലഭിക്കുന്നതാണ്. സന്താന സിദ്ധിയും 5-ാം ഭാവത്തിലെ ശുക്രന്റെ ചാരഫലമാണ്. വളരെ കാലമായി സന്താനങ്ങൾ ഉണ്ടാകാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ദമ്പതിമാർക്ക് സന്തോഷത്തിന് ഇടവരുന്ന ചില അനുഭവങ്ങളൊക്കെ ജൂലൈ മാസത്തിൽ തന്നെ അനുഭവപ്പെടും. സന്താനങ്ങളെ ഓർത്ത് ദുഃഖ ദുരിതം അനുഭവിച്ചു വന്ന ഈ കൂറുകാർക്ക് കൂടുതൽ സന്തോഷത്തിന് ഇടവരുന്ന അനുഭവങ്ങൾ വന്നു ചേരും. ബന്ധുക്കളെ കൊണ്ട് കൂടുതലായി ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. കാര്യമായ സഹവാസം ഇതുവരെ നടത്താതിരുന്ന ബന്ധുക്കളുമായി അടുക്കുവാനും അവരുമായി സഹവാസം ചെയ്യുവാനുമുള്ള യോഗം ഉണ്ടാകും. ഗുരുജനങ്ങളുടെ സന്തോഷവും പ്രീതിയും ഈ കൂറുകാർക്ക് അനുഭവപ്പെടും. ഗുരുജനങ്ങളുടെ അനുഗ്രഹത്താൽ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ കൈവരിക്കുവാൻ ഇവരെ കൊണ്ട് സാധിക്കുന്നതാണ്. എന്നാൽ 4-ാം തീയതിക്ക് ശേഷം 6-ാം ഭാവത്തിലേക്ക് മാറുന്ന ശുക്രൻ അത്ര ഗുണകരമല്ല. ശത്രുക്കളെ കൊണ്ടും രോഗങ്ങളെ കൊണ്ടും മാനസികമായ ബുദ്ധിമുട്ട് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതുപോലെ ഏറ്റെടുത്ത പല കാര്യങ്ങളിലും തടസ്സങ്ങൾ വരുവാനും സാധ്യതയുണ്ട്. കർമ്മരംഗത്ത് തങ്ങൾ ഏറ്റെടുത്ത പദ്ധതികൾ വിജയകരമായി പൂർത്തീകരിക്കുവാൻ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതാണ്. ശനി ഈ കുറുകാരെ സംബന്ധിച്ച് ലഗ്നഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലഗ്നഭാവത്തിൽ ചെയ്യുന്ന ശനി തികച്ചും പ്രതികൂലമാണ്. പ്രത്യേകിച്ച് മീനക്കൂറുകാരെ സംബന്ധിച്ച് 7ര ശനിയാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. 7ര ശനിയുടെ ദോഷങ്ങൾ ചെറിയ തോതിലെങ്കിലും ഈ കൂറിൽപ്പെട്ടവർക്ക് അനുഭവപ്പെടുന്നതാണ്. വിഷത്തിൽ നിന്നും അഗ്നിയിൽ നിന്നും ബുദ്ധിമുട്ടുണ്ടാകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് അവരുമായി ഇടപഴകുമ്പോഴും അല്ലെങ്കിൽ സംസാരിക്കുമ്പോഴും ഒക്കെ പ്രത്യേകം ജാഗ്രത നൽകേണ്ടതാണ്. ബന്ധുക്കളുമായി വിരോധം ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ബന്ധുക്കളുമായി ഇടപഴകുമ്പോൾ പ്രത്യേകം ജാഗ്രത കൈക്കൊള്ളണം. ദൂരദേശ ഗമനത്തിനും സാധ്യത ഉണ്ട്. സാമ്പത്തികമായി നഷ്ടം അനുഭവപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ബിസിനസ് രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർ വലിയ ശ്രദ്ധ അവരുടെ കർമ്മരംഗത്ത് കൊടുക്കേണ്ടതാണ്. മറ്റുള്ളവരുമായി സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നടത്തുമ്പോൾ വലിയ ആലോചന നടത്തിയതിനു ശേഷം മാത്രമേ അത്തരം ഏർപ്പാടുകൾ നടത്താവൂ. സ്വജനങ്ങളുമായി വേർപെട്ട് കഴിയേണ്ടതായി വരാം. ഭാര്യയും സന്താനങ്ങളുമായി അകന്നു കഴിയേണ്ടതായ അവസ്ഥയും സംജാതമായേക്കാം. 12-ാം ഭാവത്തിൽ നിൽക്കുന്ന രാഹുവും അനുകൂലമല്ല. പല പ്രകാരത്തിലുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ 12-ാം ഭാവത്തിലെ രാഹുവിന്റെ സ്ഥിതി മൂലം അനുഭവപ്പെട്ടേക്കാം. ദൂരദേശ ഗമനത്തിനും സാധ്യത ഉണ്ട്. എന്നാൽ ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുവാൻ കഴിയുന്നതാണ്. ആത്മീയ രംഗത്തെ പ്രവർത്തനങ്ങളിലൂടെ മനസ്സിന് കൂടുതൽ സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നതാണ്. 6-ാം ഭാവത്തിൽ ചെയ്യുന്ന കേതു മൂലം സ്വർണം, ചെമ്പ് ഇതൊക്കെ സമ്പാദിക്കാനുള്ള അവസരം ലഭിക്കും. സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുവാനും അതുപോലെ ചെമ്പ് പാത്രങ്ങളൊക്കെ സ്വന്തമാക്കുവാനുമുള്ള അവസരമാണ് ജൂലൈ മാസത്തിൽ ഇവർക്ക് ലഭിക്കുന്നത്. ശത്രുക്കളുമായി വേർപാട് ഉണ്ടാവും. ശത്രുക്കളെ കൊണ്ടുള്ള ദോഷങ്ങളിൽ ഒരു പരിധിവരെ കുറവ് അനുഭവപ്പെടും. കലഹ ഭയം ഉണ്ടാകാൻ സാധ്യത ഉള്ളതിനാൽ മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. മഹാദേവന് ധാര കഴിച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ സൂര്യന്റെ അനിഷ്ടസ്ഥിതി മൂലമുള്ള ദോഷങ്ങൾ ഇല്ലാതാക്കുവാൻ കഴിയും. ദുർഗാദേവിക്ക് സഹസ്രനാമ പുഷ്പാഞ്ജലി കഴിച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ ശുക്രന്റെ അനിഷ്ടഭാവസ്ഥിതി മൂലമുള്ള ദോഷങ്ങൾ ഇല്ലാതാവും. ശനീശ്വര പൂജ നടത്തിയും ശാസ്താവിന് നീരാഞ്ജനം നടത്തിയും ശനിയുടെ അനിഷ്ടഭാവസ്ഥിതി മൂലമുള്ള ദോഷാനുഭവങ്ങൾ ഇല്ലാതാക്കാൻ കഴിയും. നാഗ ദൈവങ്ങൾക്ക് പ്രീതികരമായ വഴിപാടുകൾ കഴിച്ച് പ്രാർത്ഥിക്കുന്നത് രാഹുവിന്റെ അനിഷ്ടസ്ഥിതി മൂലമുള്ള ദോഷങ്ങളും ഇല്ലാതാക്കും. പൊതുവെ പ്രാർത്ഥനയും വഴിപാടുകളും നടത്തിയാൽ കൂടുതൽ സന്തോഷകരമായ ഒരു ജീവിതം നയിക്കുവാൻ ഈ കൂറിൽപ്പെട്ടവർക്ക്
ജൂലൈ മാസത്തിൽ സാധിക്കും. മീനക്കൂറിൽപ്പെട്ട എല്ലാവർക്കും കൂടുതൽ സൗഭാഗ്യങ്ങൾ അനുഭവിക്കാൻ ഇടവരട്ടെ എന്ന് മഹാദേവനോട് പ്രാർത്ഥിക്കുന്നു. ശംഭു മഹാദേവ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.